ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി എന്ന് എനിക്ക് പറയാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വമ്പൻ സിനിമയാണ് കണ്ണപ്പ. ആ സിനിമയുടെ ട്രെയിലർ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. പ്രഭാസ്, വിഷ്ണു മച്ചു, മോഹൻലാൽ, അക്ഷയ് കുമാർ എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. വിഷ്ണു മച്ചു ആണ് കണ്ണപ്പയായിട്ട് വരുന്നത്. മെയിൻ ലീഡ് പുള്ളിയാണെങ്കിൽ കൂടി ബാക്കി പേരെല്ലാം ബാക്കിയുള്ളവർക്കാണ് കിട്ടിയിരിക്കുന്നത്. കാരണം പ്രഭാസും അക്ഷയ് കുമാറും മോഹൻലാലും ഒക്കെ ഉള്ളതുകൊണ്ട് അവരുടെ പേരിലൊക്കെയാണ് ശരിക്കും പറഞ്ഞ സിനിമയുടെ ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇടയ്ക്ക് മറ്റൊരു കോമഡി ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. പടത്തിലൊരു മെയിൻ ബി എഫ് എക്സിൻ്റെ ഹാർഡ് ഡിസ്കുമായിട്ട് അതിൻ്റെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ മുങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം പടത്തിൻ്റെ റിലീസ് ഡേറ്റും കാര്യങ്ങളും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ ട്രെയിലർ ഇപ്പം റിലീസായിട്ടുണ്ട്. അപ്പോൾ ട്രെയിലർ നമുക്ക് റിയാക്ട് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനി പീഡിക. അപ്പോൾ കണ്ണപ്പ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ടി സീരീസ് മലയാളത്തിലാണ് മലയാളത്തിൻ്റെ ട്രെയിലർ വന്നിരിക്കുന്നത്. തമിഴ്, തെലുങ്ക് എല്ലാ ലാംഗ്വേജും വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും മലയാളം കാണാം. കാരണം കൂടുതൽ ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ നമുക്ക് കുറച്ചും കൂടി അതായിരിക്കും എളുപ്പം. അപ്പോൾ അത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കോപ്പിറൈറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, ടി സീരീസ് ആയതുകൊണ്ട്. എന്തായാലും ലെറ്റ്സ് റിയാക്ട്. ഓക്കെ, സൗണ്ട് എല്ലാം ഓക്കെ അല്ലേ? യെസ് യെസ്. ഇല്ല, ഒരു കുന്തവുമില്ല. അക്ഷയ് കുമാർ വായുലിംഗത്തെ ഇവിടേക്ക് കൊണ്ടുവരും. ആ തിന്നൻ സാധാരണക്കാരനല്ല. അവനെ താണ്ടി വായുലിംഗത്തിനടുത്തെത്തുന്നത് സാധ്യം. വായുലിംഗത്തിന്റെ മേൽ ദുഷ്ടന്മാരുടെ ദൃഷ്ടിപ്പെട്ടിട്ടുണ്ട്. ഈ വായുലിംഗ രഹസ്യം സംരക്ഷിക്കാൻ എന്റെ പ്രാണനാൻ ഉറപ്പ് നൽകുന്നു. ഇനി ഒരു കുഞ്ഞിന് കൂടി ഗ്രാമത്തിൽ അപകടം സംഭവിക്കില്ല. ഇതെന്റെ വാക്ക്, തിന്നന്റെ വാക്ക്. ശിവനല്ലേ കണ്ണപ്പ? ശിവനെ കല്ലെന്ന് പറയുന്നു. കല്ലിനെ കല്ലെന്ന് പറയാതെ വേറെന്ത് പറയാനാ? പറയുന്നത് കേൾക്കാത്ത ആളുകളോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ദൈവത്തെ ധിക്കരിക്കുന്നവർക്കും മുതിർന്നവരുടെ വാക്കിന് വില കൊടുക്കാത്തവർക്കും ഈ നാട്ടിൽ സ്ഥാനമില്ല. പുള്ളിയുടെ ഡബിങ് ചെയ്ത ആൾ അടിപൊളിയാണ്. സത്യത്തിൽ ഈ കല്ല് കാട്ടിക്കൊണ്ട് കാണാൻ നിന്റെ ഭ്രാന്ത് മാറും. ഇതൊരു കുത്തിക്കുറിപ്പെന്ന് പറയല്ലേ? എങ്ങനെ ഒരാൾ അങ്ങയുടെ നല്ല ഭക്തനാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? അഗർവാൾ, പാർവതി, ഞാനും ആ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. രുദ്ര, റിബൽ സ്റ്റാർ. ആ മുതിർന്നവരെക്കാൾ മുതിർന്നവൻ ഞാനാ. അതെ, എന്നേക്കാൾ വലിയ ശോഭത്തനം ഈ സൃഷ്ടിയിലുണ്ടാവില്ല. എന്തൊക്കെ ഞാൻ കരുതിയിരുന്നത്. നീയും നിന്റെ ദൈവവും കൂട്ടുകള്ളന്മാർ തന്നെ. ശിവ എന്ന് നീ മനസ്സുരുകി വിളിക്ക്. അത് ഈ ജന്മത്തെ നടക്കില്ല. നീ അത്രയ്ക്ക് സാമർത്ഥ്യം നിന്നേക്കാൾ കേമനുണ്ടെന്നറിഞ്ഞ് സഹിക്കാൻ കഴിയാതെ അവന്റെ തള്ള വിരൽ ഛേദിപ്പിച്ചത് നീയല്ലേ? പൊയ്ക്കാലോ ഇവിടുന്ന്, വേഗം പൊയ്ക്കോ. ഇനി ഞാൻ നിന്നെ വിട്ടു പോവില്ല. ഇതെന്റെ വാക്ക്, തിന്നെന്റെ വാക്ക്. ശിവലീല. ജൂൺ 27. അപ്പോൾ കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ ഒരു ശിവഭക്തൻ്റെ കഥയാണ് പറയുന്നതെന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ കരുതി വേറൊരു സംഭവങ്ങളൊക്കെ ആയിരിക്കും, യുദ്ധവും പരിപാടിയൊക്കെ ആയിരിക്കും എന്ന്. ട്രെയിലർ മുഴുവൻ കണ്ടപ്പോൾ ഇതിൽ ശിവഭക്തി ഇല്ലാത്തൊരാൾ ശിവഭക്തിയിലേക്ക് വരുന്നതായിട്ടുള്ളൊരു സംഭവമാണ് കാണിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കുറേ നല്ല ഷോർട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് VFX വർക്ക് ചെയ്തിട്ടുള്ളൊരു പടമാണിത്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരുന്നൊരു സിനിമയാണ്. ഓൾറെഡി പറഞ്ഞല്ലോ, അക്ഷയ് കുമാർ, ഈ മോഹൻലാൽ, നമ്മുടെ പ്രഭാസ്, ഇവരെല്ലാവരും വരുന്ന ഒരു സിനിമയാണ്. സോ
അത്രയും വലിയൊരു സ്കെയിലിൽ വരുന്ന സിനിമയാണ്. പക്ഷേ ക്വാളിറ്റിയുടെ വൈസ് എനിക്ക് അത്രയ്ക്ക് ഭയങ്കര ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. പടം മേ ബി തിയേറ്ററിൽ വരുമ്പോൾ നല്ലൊരു കഥയോ കാര്യങ്ങളോ അല്ലെങ്കിൽ തിയേറ്ററിൽ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ അതിൻ്റെ ആ ഒരു പോരായ്മകളൊക്കെ മാറി ഗംഭീര ഔട്ട് തരുന്നൊരു സിനിമ ആയിരിക്കാം. പക്ഷേ ട്രെയിലർ ഒരു പ്രോമിസിങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇംപ്രഷൻ നൽകുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ഇവിടെ അത് കാണണം എന്നുള്ള തോന്നുന്നൊരു ഒരു ഫാക്ടർ ഉണ്ടാക്കുന്നില്ല. മേ ബി എനിക്കായിരിക്കും അത് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയുക. എനിക്കെന്തായാലും പേഴ്സണലി ഇത് തിയേറ്ററിൽ പോയി കാണണം, അത് തിയേറ്ററിൽ കണ്ടേ പറ്റൂ എന്നുള്ളൊരു ഫീലൊന്നും എനിക്ക് തോന്നിയില്ല. ജസ്റ്റ് ഒരു ട്രെയിലർ എന്ന് മാത്രമേ തോന്നിയുള്ളൂ. അതും മോഹൻലാലിൻ്റെ ആ പോർഷൻസ് വളരെ കല്ലുകടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. മോഹൻലാൽ ഫാൻസ് ഒന്നടങ്കം സങ്കടപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പേടിയോടുകൂടി കാണുന്നൊരു പ്രൊജക്റ്റാണ് കണ്ണപ്പ എന്ന് പറയുന്നത്. കാരണം ലുക്ക് വൈസ് ആണെങ്കിലും ആ ഒരു പരിപാടിയൊന്നും എനിക്ക് വർക്കൗട്ടായിട്ടില്ല. ആസ് എ ലാലേട്ട ഫാൻ എനിക്കത് വർക്കൗട്ടായിട്ടില്ല. തിയേറ്ററിൽ വരുമ്പം നമുക്ക് നോക്കാം എന്താവും. ഇപ്പം കൊച്ചുണ്ണി സിനിമയ്ക്കകത്ത് ഇത്തിക്കരപ്പക്കി വന്ന പോലെ ഒരു അടിപൊളി ഒരു സ്കോറിങ്ങാണ് നടത്താൻ പോകുന്നതെന്നുള്ളതൊന്നും പറയാൻ പറ്റിയല്ല. മേ ബി അങ്ങനെ ആയാൽ നല്ലത്. നമുക്ക് നോക്കാം, ലെറ്റ് സി. ഇപ്പം എന്തായാലും ജൂൺ 27 പടം റിലീസാവുന്ന സമയത്ത് ഇവിടെ എന്തായാലും റിലീസാവും. അപ്പം ഏത് ലാംഗ്വേജിലാണെങ്കിലും നമ്മൾ പോയി കാണുന്നതായിരിക്കും. കണ്ടതിന് ശേഷം നമ്മുടെ അഭിപ്രായം എന്തായാലും പറയുന്നതായിരിക്കും. സോ ഇപ്പോൾ ട്രെയിലർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താല്പര്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.